ടെലിവിഷൻ പോലും നേരാവണ്ണം പരിചയമില്ലാത്ത കുള്ളിയമ്മ സിനിമയിൽ അഭിനേതാവാകുമെന്ന് വെറുതെയെങ്കിലും ചിന്തിച്ച് കാണാനിടയില്ല. എന്നാൽ നാളെ കേരളത്തിലെ 60ഓളം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്ന കുറിഞ്ഞി എന്ന സിനിമയിൽ മുഴുനീള മുത്തശ്ശി കഥാപാത്രമാണ് ഈ ആദിവാസി വയോധിക. റിലീസിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്കായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഭിനയത്തെയും സിനിമയിലെ സംഭാഷണങ്ങളെയും കുറിച്ച് ചോദിച്ചപ്പോൾ നിഷ്കളങ്കമായായിരുന്നു കുള്ളിയമ്മയുടെ പ്രതികരണം. കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ അറിയലും? അല്ല, അതുമല്ല, എനിക്ക് ഞങ്ങളെ ഭാഷ മാത്രം അറിയും. പിന്നെ ഒരു ഭാഷയും അത് തന്നെ ഞങ്ങളെ ഭാഷ പുറത്തിറങ്ങി ഒരു വർത്തമാനം പറഞ്ഞില്ല. പിന്നെ ഇതിൽ ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ പറഞ്ഞ മാതിരി ഞങ്ങളെ ഭാഷ ഇപ്പൊ പറയുന്ന മാതിരി തന്നെ അന്നും ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞതൊക്കെ അന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു, ഇപ്പൊ മറന്നു പോയൊക്കെ. അങ്ങനെയുള്ളവരെ കൂടെ എന്ത് പറയാനാ? എനിക്ക് വയസ്സും എൻ്റെ അറിയില്ല, പിന്നെ എങ്ങനെ? വയനാടൻ ദൃശ്യഭംഗിയിൽ ഗോത്രജീവിതത്തിന്റെ കഥ പറയുന്ന കുറിഞ്ഞിയിൽ കുള്ളിയമ്മയ്ക്ക് പുറമെ പണിയ സമുദായത്തിൽ നിരവധി താരങ്ങളും വേഷമിട്ടിട്ടുണ്ടെന്ന് പ്രത്യേകതയുമുണ്ട്. പണിയ വിഭാഗത്തിൽ നിന്നുള്ള നാടൻപാട്ട് ഗായികയായ അനിഷിത വാസു പ്രധാന കഥാപാത്രമായി എത്തുന്നതിനൊപ്പം തന്നെ ഒരു ഗാനവും സിനിമയ്ക്കായി ആലപിച്ചിട്ടുണ്ട്. ചീരാൽ, അമ്പലവയൽ, ബത്തേരി പ്രദേശങ്ങളിലായാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നണിയിലടക്കം ഗോത്രവിഭാഗങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ടെന്നുള്ളതാണ് സിനിമയുടെ പ്രത്യേകതയെന്നും വനജീവിതത്തിൻ്റെ നന്മ ചൂഷണം ചെയ്യുന്ന ആധുനികതയുടെ കാപട്യമാണ് ചിത്രം പറയുന്നതെന്നും സംവിധായകൻ ഗിരീഷ് കുന്നുമൽ പറഞ്ഞു. ഈ സിനിമയുടെ നമ്മുടെ ഉദ്ദേശവും ഇതിൻ്റെ കഥയും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഇത്രയും ഗോത്രവർഗ്ഗക്കാരുടെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വൈബും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. അതിനെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നും ഇത്തരം വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കഥ പറയുന്ന സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രധാന കഥാപാത്രം കുറിഞ്ഞി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. ആ കുട്ടി നമ്മുടെ ഇതിലേക്കുള്ള ആവണി ആവൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് കുറച്ച് വൈറലായൊരു കുട്ടിയാണ്. ആ കുട്ടിയോടൊപ്പം തന്നെ അത്രയും തുല്യ കഥാപാത്രമാണ് ഈ ഗോത്രവർഗത്തിൽ നിന്ന് തന്നെ ഈ കുട്ടി അനിഷിത വാസു അവതരിപ്പിക്കുന്നത്. പ്രകാശ് വാടിക്കലാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വയനാട് ചീരാൽ സ്വദേശിയായ ജിതേഷ് ആദിത്യനാണ് ക്യാമറാമാൻ.